അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സമയം രാവിലെ 9 മണി ആവാനായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആദ്യം മാർക്കറ്റിൽ നമ്മുടെ 15 മിനിറ്റ് ക്യാൻഡിലേക്ക് മാറ്റിയിട്ട് ആ 15 മിനിറ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടിൽ അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ ഈ രണ്ട് ചാർട്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് മെയിനായിട്ട് അതിൽ രണ്ടിലാണ്. അപ്പോൾ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ചാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ 15 മിനിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ മാർക്ക് ചെയ്ത് വെക്കുക ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 15 മിനിറ്റിന് ഇമ്പോർട്ടൻറ്റ് ലെവൽ ഏതാണെന്ന് നോക്കുന്ന സമയത്ത് അപ്സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ്സിൻ്റെ അപ്സൈഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ ഏരിയ നമുക്ക് ഈ ഒരു ഏരിയ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഇതൊരു 15 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ. ഇത് രണ്ടുമാണ് ഇപ്പോൾ അപ്സൈഡിലുള്ള മാർക്കറ്റിലുള്ള 15 മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ഏരിയ. മാർക്കറ്റ് ഇൻ കേസ് ഈ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് മാർക്കറ്റ് അവിടെ തൊടുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നുണ്ടെങ്കിൽ താഴേക്കുള്ള എൻട്രി കൺസിഡർ ചെയ്യണം ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ. അതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്യുന്നത് തന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റിക്കാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു 1 മിനിറ്റിൽ താഴേക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി താഴെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് തലേ ദിവസത്തെ മാത്രമല്ല കേട്ടോ, പ്രീവിയസ് ഡേയിൽ എത്ര ദിവസം മുന്നേ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. താഴെ മുകളിൽ നമുക്ക് ഇത് രണ്ട് കിട്ടി, ഇതിൻ്റെ മുകളിലൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് ഈ ഒരു ഏരിയയിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ മാർക്കറ്റ് ചിലപ്പോൾ ഇത്രയും ഗ്യാപ്പ് അപ്പ് വരുമെന്ന് അറിയില്ല. ഇൻ കേസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയും കൂടി കൺസിഡർ ചെയ്യാം. ഈ ഒരു ഏരിയയും ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയാണ്. ഇനി താഴെ നമുക്ക് നോക്കുന്ന സമയത്തുള്ള ലിക്വിഡിറ്റി 50 മിനിറ്റ്സിൻ്റെ നോക്കുമ്പോൾ ഒന്ന് ഇവിടെ ഉണ്ട് അല്ലേ. ഇത് വലിയൊരു ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റിയും കൂടിയാണിത്. ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഏരിയയും കൂടിയാണിത്. 15 മിനിറ്റിൽ ഇവിടെ താഴെ നമുക്ക് എന്താണ് ഒരു പുൾ ബാക്ക് ഉണ്ട്. അതിന് മുമ്പ് ഈ ഒരു ഏരിയയിലും ഉണ്ടല്ലോ അല്ലേ. ഇത് ജസ്റ്റ് ഇതിൻ്റെ സെയിം ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്താൽ മതി. അതിന് ശേഷം പിന്നെ ഒരുപാട് താഴെയാണ്. അവിടെ എത്തുമ്പോൾ പിന്നെ നോക്കിയാൽ മതി. ഇൻ കേസ് അവിടെ ഏതായാലും ജസ്റ്റ് ഒരു മാർക്കിങ് നമുക്ക് കൊടുക്കാം. ഈ ഒരു ഏരിയ ഉണ്ട്. ഇത് ശരിക്കും ഒരു ഇൻറ്റേർണലാണ്. ഇവിടെയാണ് പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഇത് ഒരുപാട് താഴെയാണ്. 51,138. ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത് ഓൾറെഡി 52,000 സംതിങ്ങിലാണല്ലോ. അപ്പോൾ അത്ര താഴെ വരില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് താഴെ നമുക്ക് കിട്ടിയ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 51,996. അതായത് 52,000 താഴെ. ഇൻ കേസ് മാർക്കറ്റ് ഇതിൻ്റെ താഴെയായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്, നമ്മുടെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ അപ്സൈഡിലേക്കുള്ള ട്രേഡ് ആയിരിക്കും. അതായത് 1 മിനിറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്സൈഡിലേക്കായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക. ഇനി ഇതാണ് നമ്മുടെ ട്രേഡിങ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് 9 മണിയുടെ സമയത്ത് നമ്മൾ 9:15 മുൻപേ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഇനി നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം. അതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ മാർക്കിങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഈ ഒരു ഏരിയയിലൊന്നും മാർക്കറ്റ് ടച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല. അതാണ് നമ്മുടെ മൈൻഡിൽ ആദ്യം വരേണ്ടത്. ഇവിടെ ഒന്നും തൊട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അന്നത്തെ ദിവസം എൻട്രി ഇല്ല. ഇൻ കേസ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുന്നത്, നമുക്ക് എൻട്രി ഇല്ല. അല്ലെങ്കിൽ പിന്നീട് പുതുതായിട്ട് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് 15 മിനിറ്റിൻ്റെ IDX ഏരിയ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യണം. ഒരു 15 മിനിറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയും കൺസിഡർ ചെയ്യാം. ഓക്കെ. ഇനി നിഫ്റ്റിയിൽ നമുക്ക് ഇത് ഇമ്പോർട്ടൻറ്റ് ലെവൽ ഉണ്ടാക്കാം. നിഫ്റ്റിയിൽ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയും കാണുന്നില്ല. കാരണം അപ്സൈഡ് 15 മിനിറ്റിൽ ഒരൊറ്റ പുൾ ബാക്ക് ഉണ്ടാക്കാതെ ഇന്നലെ സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് മൂവ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് അപ്സൈഡിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയ ഒന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് ഓൾ ടൈം ഹൈ കൺസിഡർ ചെയ്യാം. അവിടെ ഒരു ലിക്വിഡിറ്റി ഉണ്ടാവും എന്നുള്ള രീതിയിൽ അത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. പിന്നീട് നമുക്ക് ഇവിടെ കിട്ടുന്ന 2 ഏരിയ, താഴെ നമുക്ക് കിട്ടുന്ന 2 ഏരിയ, ഒന്ന് ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ടല്ലോ 15 മിനിറ്റിൻ്റെ ഹയസ്റ്റ് ക്യാൻഡിലിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്ത് 24,212. പിന്നീട് നമുക്കുള്ളത് ഈ ഒരു ഏരിയ ഒരു ലോസിങ് ലോ ആണ്, പ്രീവിയസ് ഡേൻ്റെ ലോ ആണ്. ഈ ഒരു ഏരിയ ഉണ്ട്. ഡെയിലി ടൈം ഫ്രെയിമിൻ്റെയും ലോ ആണ്. ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി ഇന്നലെ മാർക്കറ്റ് എടുത്തു. അതിനുശേഷമാണ് ഈ ഒരു നിഫ്റ്റിയിൽ നല്ല മൂവ്മെൻറ്റം കിട്ടിയത്. ബാങ്കിൽ അത്ര മൂവ്മെൻറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹയർ ടൈം ഫ്രെയിം. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് അത്യാവശ്യം നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇത് ഞാൻ പറഞ്ഞു 50 മിനിറ്റ്സ് മാത്രമല്ല, വ്യത്യസ്ത ടൈം ഫ്രെയിമുകളിൽ നമുക്ക് ഇതുപോലെ ലിക്വിഡിറ്റി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ്. പക്ഷേ നമ്മൾ ഇൻട്രാഡേ ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പം 50 മിനിറ്റ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ, കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നിഫ്റ്റിയിലുള്ള 3 ഏരിയകൾ ഇത് 3ആണ്. ഇതിൻ്റെ മുകളിലേക്ക് പോയാൽ നമുക്ക് വേണമെങ്കിൽ ഡൗൺ സൈഡ് ക്യാരക്ടർ കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ഈ 2 ഏരിയൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ അപ്പ് സൈഡിലായിരിക്കും പ്ലാൻ ചെയ്യാം.
ഇതാണ് നമുക്ക് ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് കിട്ടുന്ന ലെവൽസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പ്രീവിയസ് ടൈമിൽ 50 മിനിറ്റ്സ് ടാപ്പ് ചെയ്ത സമയത്ത് മാർക്കറ്റിൽ എൻട്രി വന്നിട്ടുണ്ടോ, അത് ഉണ്ടെങ്കിൽ എങ്ങനെ എടുക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് രണ്ട് എക്സാമ്പിളും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒന്നും കൂടി ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിലേക്ക് കടക്കാം നമുക്ക്. ഇതിൻ്റെ തൊട്ട മുന്നേ ദിവസങ്ങളിൽ ഏതെങ്കിലും ദിവസം നമുക്ക് 50 മിനിറ്റ്സിൽ ഐഡിയസ് എടുത്തിട്ട് നോക്കാം. ഇത് നമ്മൾ മാർക്കിംഗ് എന്താണ്, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ്, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത ഏരിയ അല്ലേ. ഇനി മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ള ഏരിയ എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 3 ജൂലൈയുടെ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണ്, ഈ ഒരു ക്യാൻഡിൽ അല്ലേ. ഈ ഒരു ക്യാൻഡിലിൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ മുൻപേ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങനെ ലെവൽസ് കണ്ടുപിടിക്കാൻ നോക്കാം. ഫസ്റ്റ് 3 ജൂലൈയുടെ ക്യാൻഡിൽ ഇതാണ്. ഈ ഒരു ക്യാൻഡിലെ എങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയി രണ്ടാമതൊരു ക്യാൻഡിൽ ഉണ്ടാക്കി, മൂന്നാമതൊരു ക്യാൻഡിൽ ഉണ്ടാക്കി. ഈ ക്യാൻഡിലൊന്നും ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ ഏതാണ് ഫസ്റ്റ് ലോ ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിൽ 3 ജൂലൈയുടെ 9:45 ക്യാൻഡിലിൻ്റെ ലോ 10 മണിയുടെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം 10:15 ക്യാൻഡിൽ അതിൻ്റെയും ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിൽ തന്നെ, ഈ ഒരു 10:15 ക്യാൻഡിൽ. അപ്പോൾ നമുക്ക് അറിയാം നമ്മൾ IDX എങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക, 15 മിനിറ്റിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ആണ് നമ്മുടെ IDX. ഇനി ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴേ നമുക്ക് എൻട്രി ഉള്ളൂ. അതിനുശേഷം മാർക്കറ്റ് തിരിച്ച് താഴെ നമ്മൾ ആ മാർക്ക് ചെയ്ത ഏരിയയിൽ തന്നെ കറക്റ്റ് എക്സാക്ട്ലി അവിടെ നിന്നിട്ട് അല്ലേ 3 ജൂലൈയിൽ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇനി 1 മിനിറ്റിലേക്ക് മാർക്ക്, അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് 3 ജൂലൈയുടെ 1 മിനിറ്റ് മാറ്റിയിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കാം. 3 ജൂലൈയുടെ ഇതാണിത് നമ്മുടെ 50 മിനിറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ. 50 മിനിറ്റ്സ് മാർക്ക് ചെയ്ത ഈ ഏരിയ മാർക്കറ്റ് ടാപ്പ് ചെയ്തത് എത്ര മണിക്കാണ്, മാർക്കറ്റ് ടാപ്പ് ചെയ്തത് 1 മിനിറ്റിൻ്റെ ക്യാൻഡിലാട്ടത് 11:26 ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം, ഇത് ടാപ്പ് ചെയ്ത ഉടനെ മുകളിലേക്ക് എൻട്രി അല്ലേ. ഇത് ടാപ്പ് ചെയ്ത സമയത്ത് നമുക്ക് നോക്കേണ്ട കാര്യം ലാസ്റ്റത്തെ പുൾ ബാക്ക് എവിടെയാണെന്ന് നോക്കുക. അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ലാസ്റ്റ് പുൾ ബാക്ക് വരുന്നത്. ഈ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്ത സമയത്ത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലാസ്റ്റ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു 10:14 ക്യാൻഡിലിൻ്റെ അതിന് പുൾ ബാക്കാണ്. ഇവിടുന്ന് മുതൽ മുകളിലേക്ക് പോയിട്ട് താഴെ ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പുൾ ബാക്ക്. ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് നിന്നാൽ മാത്രമേ നമുക്ക് എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഈ ഒരു നമുക്ക് അപ്പ് സൈഡിലേക്കുള്ള എൻട്രി ഇല്ല. നമ്മൾ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത് 15 മിനിറ്റിൻ്റെ അപ്പ് സൈഡിലേക്കുള്ള എൻട്രി കൺസിഡർ ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അപ്പ് സൈഡിൽ ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ അല്ലേ. ഇതിൽ കുറേ സംശയങ്ങളുണ്ട് ആളുകൾക്ക്, അതൊന്നും കൂടി ക്ലിയർ ചെയ്ത് ഞാൻ തരാം. അപ്പോൾ ഇവിടെ 1 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. പലപ്പോഴും കാണാം ഈ ഒരു ക്യാൻഡിലിൻ്റെ നമ്മൾ വെച്ച് നോക്കിയാൽ അറിയാം ഇവിടെ ക്യാൻഡിലിൻ്റെ ഹൈ എത്രയെന്ന് കാണാം. മുകളിൽ കാണാം നമുക്ക് ഹൈ 53,085 ഇവിടെ കാണാം കേട്ടോ. നമുക്ക് ഈ ക്യാൻഡിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 53,085 കാണാം. ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ക്ലോസ് വന്നിട്ടുണ്ട്. ഈ 11:32 വന്നിട്ടില്ല, അത് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ 11:33 ക്യാൻഡിൽ ആ ഒരു നമ്മുടെ എന്താണ് 53,085 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ചില സമയത്ത് ഈ ഒരു ക്യാൻഡിൽ ഒരു വിക്ക് വരാം, അവിടെ ഇതിൻ്റെ മുകളിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഈ വിക്കിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, എന്നാലേ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് പറയാൻ പറ്റുള്ളൂ. കൺഫ്യൂഷൻ ഇല്ലയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ ജസ്റ്റ് വിക്ക് വന്നിട്ട് പോയി എന്ന് വിചാരിക്കുക. പിന്നെ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണമെങ്കിൽ ഈ ഒരു വിക്കിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. പിന്നെ അടുത്ത ക്യാൻഡിലും ഒരു വിക്ക് വന്നു എന്ന് കരുതുക. അങ്ങനെയാണ് അടുത്ത ക്യാൻഡിലിന് മുകളിൽ പിന്നീട് ക്ലോസ് ചെയ്യണം, എന്നാലേ ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു വിക്ക് വന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അങ്ങനെയല്ല, വിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്യാൻഡിലിൻ്റെ മുകളിൽ വിക്ക് കഴിഞ്ഞാൽ അത് ക്ലോസിങ് ഇവിടെ അല്ല. ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നേരെ വെച്ച് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ഹൈ എവിടെയാണെന്ന് വെച്ച് നോക്കിയാൽ ക്ലോസ് എവിടെയാണെന്ന് വെച്ച് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈൻ്റെ മുകളിലായിരിക്കണം, എങ്കിലേ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു വിക്ക് വന്നാണെങ്കിൽ പിന്നെ അടുത്ത ക്യാൻഡിലിന് വെയിറ്റ് ചെയ്യുക. അടുത്ത ക്യാൻഡിൽ ഈ വിക്കിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം, ക്ലോസ് ചെയ്ത് തന്നെ നിൽക്കണം കേട്ടോ. അല്ലാതെ അടുത്ത വീണ്ടും ഒരു വിക്ക് വന്നാൽ പിന്നെയും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവില്ല. പിന്നെ അടുത്ത ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം, അപ്പോഴേ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിന്നീട് ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കിട്ടി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ നമുക്ക് എന്താണ് രണ്ട് കാര്യങ്ങൾ. ഓക്കെ, ഒരു എൻട്രി എടുക്കാൻ എന്താ വേണ്ടത്? ആദ്യം 50 മിനിറ്റ്സിൻ്റെ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു, അത് ടാപ്പ് ചെയ്തു. 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് പിന്നീട് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? മാർക്കറ്റിൽ പുതിയൊരു IDX ക്രിയേറ്റ് ചെയ്യണ്ടോ, അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ഉടനെ നോക്കേണ്ടത് നമ്മളെന്താണ്, ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ മുന്നേ ഇത്ത ഏരിയയിൽ എവിടെയെങ്കിലും എന്താണ് പുൾ ബാക്ക് ഉണ്ടോ, ലാസ്റ്റത്തെ പുൾ ബാക്ക് എവിടെയാണ് എന്നുള്ളതാണ് നോട്ട് ചെയ്യേണ്ടത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഏരിയയിൽ ഒരു പുൾ ബാക്ക് ഉണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് ഹൈ ബ്രേക്ക് ചെയ്തതെങ്കിൽ ഇവിടെ ഒരു IDX ഏരിയ ഉണ്ട്.
അതായത് ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ഉടനെ നമ്മുടെ ഫസ്റ്റ് എൻട്രി സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ വന്ന് തൊട്ട് ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്യുമ്പോഴല്ല, ടച്ച് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു ടച്ച് ചെയ്ത ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ അപ്സൈഡിലേക്ക് നേരെ മാർക്കറ്റ് പ്രൈസിൽ എൻട്രി ചെയ്യുക. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ഒരു IDX ഉണ്ട്. ഇനി ഇൻ കേസ് ഇവിടെ ഒറ്റ IDX ഇല്ല എന്ന് കരുതുക, മാർക്കറ്റിൽ ഒരൊറ്റ IDX മാർക്കറ്റിൽ ഈ ഒരു ഏരിയയിലില്ല, സ്ട്രൈറ്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്താണെങ്കിൽ ഏറ്റവും ലോയിലാണ് നമ്മുടെ എൻട്രി പ്ലാൻ ചെയ്യുക. അതായത് ഡേ ലോയിൽ മാർക്കറ്റ് ടാച്ച് ചെയ്തിട്ട് അതിൻ്റെയും ലോ എടുക്കുമ്പോഴാണ് നമ്മൾ അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുക. ഇവിടെ സ്ട്രൈറ്റ് ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ ഇൻ കേസ് ഇവിടെ ഈ IDX ഇല്ല എന്ന് കരുതുക, ഇത് IDX ആണോ എന്നൊരു കൺഫർമേഷൻ ഇല്ല, കാരണം ഇതൊരു സിംഗിൾ ക്യാൻഡിൽ സംഭവിച്ചത്. ചിലപ്പോൾ IDX ആയിരിക്കാം, ഈ ഒരു ഹയസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടാണ് ഹൈ ബ്രേക്ക് ചെയ്തെങ്കിൽ ഇത് IDX ആണ്. മിക്കവാറും അങ്ങനെ ആവാനാണ് ചാൻസ് ഉള്ളത്, കാരണം അതൊരു നല്ലൊരു വിക്കുള്ളൊരു ഗ്രീൻ ക്യാൻഡിൽ ആയതുകൊണ്ട് അങ്ങനെ ആവാനാണ് ചാൻസ്. ഇൻ കേസ് അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല, മീൻസ് അങ്ങനെ അല്ലെങ്കിൽ ഇൻ കേസ് ഇവിടെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഏറ്റവും ഡേ ലോ ആണ്, മീൻസ് നമുക്ക് ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സ്ട്രൈറ്റ് ആയിട്ട് മാർക്കറ്റ് ഇവിടെ വന്ന് ടച്ച് ചെയ്ത് ഇതിൻ്റെ ലോ വീണ്ടും എടുക്കുകയാണെങ്കിലാണ് അപ്സൈഡ്. അപ്പോൾ നമ്മൾ നോക്കി ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ഉടനെ കേട്ടോ. പിന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും IDX ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം നമുക്കൊരു IDX ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിലിന് 11:33 ക്യാൻഡിലിൽ ലോ ബ്രേക്ക് ചെയ്ത് ഇതുവരെ വന്നിട്ടുണ്ട്, അതിനുശേഷം അതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്ത്. അങ്ങനെയാണ് നമ്മുടെ IDX നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട്, ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്, ആ ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമ്മുടെ IDX ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെ മാർക്കറ്റ് ടച്ച് ചെയ്ത് 12 മണിക്ക് ആണ് മാർക്കറ്റ് IDX ടാപ്പ് ചെയ്ത്. നമുക്ക് എപ്പോഴാണ് IDX കൺഫേം ആയത്? ഈ 11:33 ക്യാൻഡിലിന് ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്തത് എപ്പോഴാണ്? 11:54 ആയപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കിങ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻട്രി വന്നത് 12 മണിക്ക്, ഒരു 6 മിനിറ്റിന് ശേഷമാണ് നമ്മുടെ എൻട്രി ടാപ്പ് ചെയ്തത്. എൻട്രി ഞാൻ പറഞ്ഞു ഫസ്റ്റ് IDX ടാപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എൻട്രി എടുക്കില്ല, IDX ടച്ച് ചെയ്ത സമയത്ത് എൻട്രി എടുക്കില്ല. IDX ടച്ച് ചെയ്ത സമയത്ത് നമ്മുടെ പ്രീമിയംസ് ഒക്കെ റെഡിയാക്കി വെക്കും. ഇപ്പോൾ 53,057 ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ 53,000 കോൾ ഓപ്ഷൻ റെഡിയാക്കി വെക്കുക, ലോട്ടും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുക്കുകയാണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഇവിടെ 12 മണിൻ്റെ ക്യാൻഡിലാണ് IDX ടാപ്പ് ചെയ്ത്. പിന്നെ ഈ ഒരു 12:01 ക്യാൻഡിൽ അതിൻ്റെ ലോ വീണ്ടും ടച്ച് ചെയ്യണം, നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേ ഇവിടെ ടച്ച് ചെയ്തിട്ടില്ല, അതിന് ശേഷം ക്യാൻഡിൽ മുകളിലേക്ക് പോയതാലേ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ലോ ടാപ്പ് ചെയ്യുമ്പോൾ ഈ IDX എടുത്ത ക്യാൻഡിലിൻ്റെ ലോ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ എൻട്രി. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ എൻട്രി വരിക. 12:09 നമുക്ക് എൻട്രി വരുന്നത്. 9 നമ്മൾ എൻട്രി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞു മാക്സിമം ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ നമ്മൾ 20 പോയിൻറ്റ്സ് ആണ് സ്റ്റോപ്പ് ലോസ് വെക്കുക. ടാർഗറ്റ് ഞാൻ പറഞ്ഞു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് മിനിമം 150 പോയിൻറ്റ് നമുക്ക് വരണം അല്ലേ. നമുക്ക് ഈ ഒരു IDX ഏറ്റവും മുകളിലുള്ള ഈ ഒരു IDXൻ്റെ മുകളിൽ ടാർഗറ്റ് വെക്കുകയാണെങ്കിൽ എത്ര ഉണ്ടെന്ന് നോക്കാം. ഒരു 118 പോയിൻ്റുള്ള, അപ്പോൾ അതിന് നമുക്ക് കാര്യമില്ല, നമുക്ക് നമ്മുടെ ടാർഗറ്റ് 1:5 ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ഒരു സ്വിംഗ് ഹൈൻ്റെ മുകളിലാണ് നമ്മുടെ ടാർഗറ്റ് വെക്കുക. ഈ ഒരു ഹൈയുടെ മുകളിലായിരിക്കും അന്നത്തെ ദിവസം നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് അന്നത്തെ ദിവസം എന്താ വെച്ച് നോക്കാം. അന്നത്തെ ദിവസം മാർക്കറ്റ് അത്യാവശ്യം നമ്മൾ എടുത്തതിന് ശേഷം 53,048 പോയിട്ട് 53,190 വരെ, ഓൾമോസ്റ്റ് 150 പോയിൻറ്റിൻ്റെ അടുത്ത് മാർക്കറ്റ് 40 പോയിൻ്റ് അടുത്ത് മുകളിലേക്ക് പോയിട്ട് താഴെ വന്ന് ചിലപ്പം ഒരുപാട് സമയം ഡി കെ അടിച്ച് 3 മണിയായപ്പോൾ വീണ്ടും എൻട്രി പ്രൈസ് എടുത്താൽ ചിലപ്പോൾ അതിന് മുമ്പ് തന്നെ DK കൊണ്ട് നമ്മുടെ 20 പോയിൻറ്റ്സ് SL അടിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എൻട്രി എടുത്തു എന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും നമുക്ക് ടാർഗറ്റ് കിട്ടണമെന്നില്ല. ചിലപ്പോൾ എൻട്രി എടുത്ത ഉടനെ തന്നെ നേരെ താഴേക്ക് വന്നിട്ട് SL അടിക്കാം. ചിലപ്പോൾ എൻട്രി എടുത്തതിന് ശേഷം ഒരുപാട് സമയം മൂവ് ചെയ്തിട്ട് SL അടിക്കാം. ചിലപ്പോൾ എൻട്രി എടുത്ത് ടാർഗറ്റിൻ്റെ അടുത്ത് വരെ പോയിട്ട് വന്നിട്ട് SL അടിക്കാം. ഇതൊക്കെ മാർക്കറ്റിൽ സംഭവിക്കാം. പക്ഷേ നമ്മളൊരു സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്യുക, ടാർഗറ്റും സെറ്റ് ചെയ്യുക. ഇത് രണ്ടും എപ്പോഴാണോ മീറ്റ് ചെയ്യുന്നത്, സ്റ്റോപ്പ് ലോസ് പിന്നെ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അടിച്ചോളൂ. ഇനി ടാർഗറ്റ് എപ്പോഴാണോ മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്നത് ആ ഒരു സമയത്തായിരിക്കണം നമ്മുടെ എക്സിറ്റ്, അല്ലാതെ നമ്മൾ എക്സിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ക്ലാസ് ഈ ഒരു വീഡിയോ സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഡിസിപ്ലിൻഡ് ട്രേഡർ ആവാനുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ആ ഒരു മെത്തേഡ്സും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കുറച്ച് കാലം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഡിസിപ്ലിനും ഒരു ഇമോഷൻ കൺട്രോളൊക്കെ കുറച്ചും കൂടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടി നമ്മൾ ഈ ഒരു പോർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അതിന് മുമ്പ് 1-2 എക്സാമ്പിൾ കൂടി വേണമെങ്കിൽ നോക്കാം. കാരണം അതൊന്നും പിന്നീട് ഒരു ഡൗട്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത്, എങ്ങനെയാണ് ക്ലോസ് വന്നാലും നോക്കേണ്ടത്, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വരണമെന്ന് വെച്ചാൽ. അപ്പോൾ ഈ ഒരു ട്രേഡിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാകും. ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് ചിലപ്പോൾ ഒരു 70-80 പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റിന് ശേഷം നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവാം. ഇൻ കേസ് ഈ ടാർഗറ്റ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ 120-130 പോയിൻറ്റ് നമുക്ക് കിട്ടുമായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ കേസ്. ഇനി വേറെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു വെബ്സൈറ്റിലേക്കുള്ള ബാങ്ക് നിഫ്റ്റിയിലുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കി. ഇത് നമ്മളെങ്ങനെ നോക്കി, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ്റെ IDX 50 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയിട്ട് നമുക്ക് എന്താണ്
ട്രേഡിൻ്റെ സൈക്കോളജി അല്ലെങ്കിൽ ട്രേഡ് നമ്മളെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അപ്പോൾ അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഇതിനു മുമ്പ് ഞാനൊരു ലൈവ് ട്രേഡ് കാണിച്ചിട്ടുണ്ട്. ഞാൻ എടുത്തൊരു ലൈവ് ട്രേഡ് 5 ജൂലൈയിൽ എടുത്തൊരു ലൈവ് ട്രേഡ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഓൾറെഡി ഇവരുടെ ഒരു ITX ഉണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസം മീൻസ് രാവിലെ നമ്മൾ മാർക്ക് ചെയ്ത് 24,237 താഴേക്ക് വന്നപ്പോൾ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ അപ്സൈഡിലേക്ക് കയറിയിട്ട് അത് ടാർജറ്റും വന്നു അല്ലേ. അത് നല്ല പോയി. നമ്മൾ ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോൾ തന്നെ ബുക്ക് ചെയ്തു. അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്തു ഒരു സിംഗ് ഹൈ എത്തിയപ്പോൾ സമയത്ത്. അതിന് ശേഷം മാർക്കറ്റ് നന്നായിട്ട് മുകളിൽ പോയി. അടുത്തൊരു ഈ ഒരു ITX വരെ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ടാർജറ്റ് ആയിരുന്നു എന്ന് കിട്ടും. ഞാൻ പറഞ്ഞില്ല, ചില ദിവസം നമുക്ക് 1:5 എടുക്കുന്ന ആളുകൾ 1:10 എടുക്കുക. ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചാണ്. 1:10 എടുക്കുന്ന ആൾ ചിലപ്പോൾ എന്താണ് 1:5 ട്രേഡിൽ ടാർജറ്റ് എടുക്കുന്ന ആളുകളെ അത്ര ചിലപ്പോൾ ടാർജറ്റ് അടിക്കില്ല. അപ്പോൾ ഇമോഷൻ പ്രോബ്ലം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും ഒരു ഓപ്ഷൻ ബൈങ്ങിൽ ഭയങ്കര ഹ്യൂജ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാത്തത്. അപ്പോൾ നമ്മളൊരു ഫോറക്സ് ട്രേഡൊക്കെ ചെയ്യുന്ന ആളുകൾ അധികം കാണാം 1:10 20. കാരണം അവർക്ക് തീറ്റ ഡിയുടെ ഒരു പ്രോബ്ലം അല്ല. നമുക്ക് മാർക്കറ്റിൽ ഓപ്ഷൻ ബൈങ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു മൊമെൻറ്റം കിട്ടിയിട്ട് പിന്നെ താഴേക്ക് വന്ന് നമ്മൾ എൻട്രി എടുക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ SL അടിച്ചു പോകും. അതായത് പ്രീമിയത്തിൻ്റെ പ്രത്യേകതകളാണത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷൻ ബൈങ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു അടുത്തുള്ള നിയറസ്റ്റ് സിംഗ് ഹൈയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയകളിൽ ഇറങ്ങുന്നത്. ചിലപ്പം അവിടെ ടച്ച് ചെയ്തിട്ട് കുറച്ച് താഴെ വന്നിട്ട് വീണ്ടും ഒക്കെ പോകാം മാർക്കറ്റ്. പക്ഷേ പിന്നീട് വേറൊരു ഓപ്പർച്യൂണിറ്റി നോക്കുക നല്ലത്. എപ്പോഴും ഒരു സിംഗ് ഹൈയിൽ ഇറങ്ങുന്നതായിരിക്കും. അതാണ് എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഓരോരുത്തരുടെയും ലോജിക്കിനനുസരിച്ച് ചെയ്യുക. ചിലർക്ക് 1:10 വെക്കാം. അത് ചിലപ്പോൾ എന്താണ് ട്രേഡ്സ് അങ്ങനത്തെ ട്രേഡ്സ് ദിവസങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അങ്ങനെ ഒരു ദിവസം കിട്ടിയാൽ പിന്നെ എന്താ കുറേ ദിവസം നമുക്ക് SL അടിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു സിംഗ് ഹൈ നിയറസ്റ്റ് സിംഗ് ഹൈയിൽ 1:5 എബോവ് കിട്ടുന്ന ഏരിയയിൽ ഓൺ ദ സ്പോട്ടിൽ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാണ് ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ നിങ്ങൾക്കറിയാം, അപ്പോൾ ഞാൻ 5 ജൂലൈയിൽ ഇവിടെ ട്രേഡ് എടുത്തിട്ട് ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ചെയ്യില്ലേ. ഇനി അന്നത്തെ ദിവസം നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അതിൽ ട്രേഡ് എടുത്താൽ മതി. എങ്ങനെ വെച്ചാൽ അന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. അന്നത്തെ ദിവസം ഈ ഒരു ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഹൈയിലേക്ക് മാർക്കറ്റ് പോയി. ഏത് അറിയാം 10:45 ക്യാൻഡിൽ. അതിനുശേഷം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് ഒരു ഹയസ്റ്റ് ക്യാൻഡിലെ ലോ ബ്രേക്ക് ചെയ്തു. 10:45 ക്യാൻഡിലെ ലോ 11 മണിക്ക് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം അതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ 15 മിനിറ്റിൻ്റെ ഇത് 15 മിനിറ്റിൽ ക്യാൻഡിലാണ്. 15 മിനിറ്റിൻ്റെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമുള്ളതാണ്. ഇത് നമ്മൾ രാവിലെ എൻ്റർ ചെയ്തതാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ലിക്വിഡിറ്റിന് താഴെ ആയതുകൊണ്ട് നമ്മൾ അപ്സൈഡിലേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തു. അത് അന്ന് ടാർജറ്റ് അടിച്ചില്ലേ. അതിനുശേഷം വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം 15 മിനിറ്റ്സിൻ്റെ ITX ക്രിയേറ്റ് ചെയ്തു. 15 മിനിറ്റ്സ് ITX ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. മാർക്ക് ചെയ്ത എപ്പോഴാണ് ഓൾമോസ്റ്റ് 11:30 മാർക്ക് ചെയ്തു. പക്ഷേ മാർക്കറ്റ് ടാപ്പ് അവിടെ ചെയ്തത് 2:15 2:15 അവിടെ മാർക്കറ്റ് ടാപ്പ് ചെയ്ത്. 2:15 അവിടെ ടാപ്പ് ചെയ്ത സമയത്ത് നമുക്ക് എൻട്രി ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് 5 ജൂലൈൻ്റെ 1 മിനിറ്റ് ക്യാൻഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. 1 മിനിറ്റ് ക്യാൻഡിലേക്ക് നമ്മൾ മാറ്റി. സമയം എത്ര മണിക്കായിരുന്നു എൻട്രി വന്നത്? എനിക്ക് ഒന്ന് 2 മണി 6 ഇഞ്ചിൽ. അതാ ഈ ഒരു സമയത്താണ് നമുക്ക് അവിടെ 50 മിനിറ്റ്സ് ITX മാർക്കറ്റ് ടാപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് 2:27 ആയിട്ടല്ലേ. ആ സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു എൻട്രി വന്നിട്ടുണ്ടോ നോക്കാം. കാരണം ഇവിടെ സിംഗ് ഹൈ ഏരിയ കണ്ടില്ല അപ്പുറത്തൊക്കെ. ഇവിടെ നമുക്കൊരു എൻട്രി വരുന്നത് നമുക്ക് എങ്ങനെ നോക്കാം? നമ്മൾ ആദ്യം മാർക്കറ്റിൽ ഇവിടെ ടാപ്പ് ചെയ്ത് 50 മിനിറ്റ്സ് ITX ടാപ്പ് ചെയ്ത ഉടനെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള 1 മിനിറ്റിൻ്റെ പുൾ ബാക്ക് ലാസ്റ്റ് എവിടെയുള്ളത് എന്ന് നോക്കാം. നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്ന ലാസ്റ്റ് 1 മിനിറ്റ് പുൾ ബാക്ക് ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ലാസ്റ്റ് 1 മിനിറ്റ് പുൾ ബാക്ക് ഏരിയ ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു ഏരിയയിലാണ് ലാസ്റ്റ് 1 മിനിറ്റ് പുൾ ബാക്ക് ഉണ്ടായത്. ഇതൊരു ഇൻറ്റേർണൽ പുൾ ബാക്കാണ്. ഇത് കൺസിഡർ ചെയ്യേണ്ട. ലാസ്റ്റ് 1 മിനിറ്റ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ കാരണം ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൻ്റെ ഉള്ളിലാണിത്. അതുകൊണ്ട് അത് നോക്കണ്ട. ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പുൾ ബാക്ക് ഈ ഒരു സമയത്ത് കേട്ടോ 2:27. അതിനുശേഷം നമുക്ക് എന്താണ് അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നിട്ട് അടുത്തൊരു പുൾ ബാക്ക് ഉണ്ടാക്കി. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലുണ്ടോ ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്തു 2:29 ക്യാൻഡിൽ. അതിനുശേഷം മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് ഇതുവരെ പോയി. അതിനുശേഷം അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ അടുത്ത പുൾ ബാക്ക് ഇതായി മാറി. ഈ ഒരു പുൾ ബാക്കിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്താൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യാം? ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാറി. അതിനുശേഷം ഇതിന് താഴേക്ക് വീണ്ടും പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ നമുക്ക് ഇവിടെ ഒന്ന് നോക്കി നോക്കാം. ഇവിടെ ലോവസ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ഗ്രീൻ ആയിരിക്കും. ഗ്രീനിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തില്ല. പിന്നീട് ഉണ്ടായത് ഈ ഒരു ഗ്രീനാണ്. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. എല്ലാം ആദ്യം ലോ ബ്രേക്ക് ചെയ്തതാണ്. താഴേക്ക് വന്നത്. ഏതെങ്കിലും ലോവസ്റ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. ഇവിടെ ഒക്കെ സ്ട്രൈറ്റ് ആയിട്ട് താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ക്യാൻഡിലും ഒരു പുൾ ബാക്ക് ഒന്നും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല. പുൾ ബാക്ക് ഇവിടെ തന്നെ ഉള്ളൂ. പക്ഷേ പുൾ ബാക്കിന് ശേഷം നമുക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയാം. ഇവിടെയാണ് നമ്മുടെ ലാസ്റ്റ് പുൾ ബാക്ക്.
അപ്പോൾ അതിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് തന്നപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ നമുക്ക് പിന്നീട് ഏത് പ്രൈസ് ആക്ഷൻ വേണം? ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എൻട്രി എടുക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി ഒന്നെങ്കിൽ ഈ ഒരു ഏരിയ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ മുന്നത്തെ ഏരിയയിൽ ഏതെങ്കിലും പുൾ ബാക്ക് ഉണ്ടോ നോക്കാം. ഇവിടെ എവിടെയും പ്രോപ്പറായിട്ടുള്ളൊരു പുൾ ബാക്ക് ഇല്ല. ഈ ഒരു വലിയ ഗ്രീൻ ക്യാനിൻ്റെ ഉള്ളിലാണ് ഈ 2 ക്യാനിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു പുൾ ബാക്ക് ഒന്നുമല്ല അവിടെ. അപ്പോൾ പിന്നെ നമ്മുടെ എൻട്രി വരിക ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ഉടനെ മാർക്കറ്റ് സ്ട്രൈറ്റ് ഈ ഒരു ലോ ടാപ്പ് ചെയ്തിട്ട് വീണ്ടും മാർക്കറ്റ് ആ ഒരു ലോ എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ എൻട്രി എടുക്കുക. കാരണം ഇവിടെ ഒന്നും IDX IDX ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ എൻട്രി എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു എൻട്രി എടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള വീണ്ടും ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഒരു ഹൈസ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു ലോ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്നെങ്കിൽ അടുത്ത ക്യാൻഡിൽ 90 ലോ ഉടനെ ടാപ്പ് ചെയ്താൽ നമുക്ക് അവിടെയാണ് എൻട്രി. അല്ലെങ്കിൽ ലോ ടാപ്പ് ചെയ്തിട്ട് മുകളിലേക്ക് പോയിട്ട് കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും ലോ ടാപ്പ് ചെയ്താൽ അവിടെയാണ് എൻട്രി. അപ്പോൾ ഇതൊന്നും ഇവിടെ സംഭവിച്ചില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? മാർക്കറ്റ് സ്ട്രൈറ്റ് അപ്സൈഡ് മൂവ് ആയത്. സ്ട്രൈറ്റ് അപ്സൈഡ് മൂവ് നമുക്ക് എൻട്രി ഉണ്ടോ? എവിടെ എൻട്രി തരാതെ അങ്ങനെ സ്ട്രൈറ്റ് മൂവ് ആയത്. ഇങ്ങനത്തെ സമയങ്ങളുണ്ടാവും. നമുക്ക് 50 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ സമയത്തും എൻട്രി കിട്ടണമെന്നില്ല. പിന്നെ ഒരുപാട് മുകളിലേക്ക് പോയിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയതിന് ശേഷം നമുക്ക് എവിടെ എൻട്രി തന്നത്? ഇത്രയും മുകളിലേക്ക് പോയി പിന്നെ നമ്മൾ എൻട്രി എടുക്കുമോ? എൻട്രി എടുക്കണ്ടെന്ന് പറയാൻ കാരണം എന്താണോ? ഈ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഒരു ഏരിയ ആയിരിക്കും. ഇത്രയും ഒരു സിങ് ഹൈ ആണത്. ഒരുപാട് നേരം കൺസോൾട്ടേറ്റ് ചെയ്ത ഒരു സിങ് ഹൈ ആണ്. ഈ ഒരു ഏരിയ നമുക്ക് ട്രേഡിൽ നമുക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റിയ ഏരിയ. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഡൗൺ സൈഡ് എൻട്രി പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും. കാരണം ഇതൊരു 50 മിനിറ്റ്സിൻ്റെ അപ്സൈഡിൽ ലിക്വിഡിറ്റി ഏരിയ ആണ്. ഇവിടെ എത്തുമ്പോൾ പിന്നീട് നമ്മൾ വീണ്ടും നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി ഇത്രയും മുകളിലേക്ക് പോയിട്ട് പിന്നെ ഒരു IDX എടുക്കും മുകളിലേക്ക് എടുക്കണോ? കാരണം വേണ്ട. കാരണം ഓൾറെഡി നമ്മുടെ അപ്പർ സൈഡിലുള്ള 15 മിനിറ്റിൻ്റെ ഇൻഡ്യൂസ്മെൻറ്റ് അവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അപ്പ് സൈഡിലേക്ക് നോക്കണ്ട. ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സ്ട്രൈറ്റ് ആയിട്ടാണ് മൂവ് ചെയ്ത് നമുക്ക് എൻട്രി തന്നിട്ടില്ല. അങ്ങനെ കരുതുക. പിന്നെ അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റിയാണ് അവിടെ മാർക്കറ്റ് എടുത്തത്. 15 മിനിറ്റിലേക്ക് നിങ്ങൾ ഒന്ന് മാറ്റി നോക്കിയാൽ അറിയാം. 15 മിനിറ്റിലേക്ക് നമ്മളൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 5 ജൂലൈ അല്ലേ? 5 ജൂലൈയിൽ അവിടെ 5 ജൂലൈ 5 ജൂലൈ ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയയിൽ എത്തി മാർക്കറ്റ്. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി തന്നിട്ട് മാർക്കറ്റ് സ്ട്രൈറ്റ് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വീണ്ടും അപ്പ് സൈഡ് നോക്കണോ? കാരണം നമ്മൾ അന്ന് രാവിലെ ചിലപ്പോൾ മാർക്ക് ചെയ്ത ഏരിയ ആയിരിക്കും ഈ ഒരു ഏരിയ. ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി കറക്റ്റ് എക്സാക്ട്ലി ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക അല്ലേ? ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി അപ്പ് സൈഡിലേക്ക് പോയി നമുക്ക് ഇവിടെ എൻട്രി തരാതെ ഈ ഒരു ഏരിയ ഇതൊക്കെ എത്തുന്നതിന് മുമ്പ് ഈ ഒരു ഏരിയ എന്നൊക്കെ നമുക്ക് ഒരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ഓൾറെഡി അപ്പ് സൈഡിലുള്ള ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് പിന്നെ നമ്മൾ അപ്പ് സൈഡിലേക്ക് നോക്കരുത്. പിന്നെ നമ്മൾ ഡൗൺ സൈഡിലേക്ക്. കാരണം നമ്മൾ 4 ജൂലൈയുടെ ഹയസ്റ്റ് ഒരു പുൾ ബാക്ക് ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ കറക്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ഡൗൺ സൈഡ് എൻട്രിയാണ് നോക്കേണ്ടത്. ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടോ അന്നത്തെ ദിവസം നമുക്ക് നോക്കാം. അതായത് 5 ജൂലൈ അല്ലേ? 5 ജൂലൈയിൽ അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. നമുക്ക് എൻട്രി തരാൻ നേരെ പോയിട്ട് അപ്സൈഡ് പോയി. അപ്സൈഡ് പോയപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് നമുക്ക് എന്താണ് ഇനി നോക്കേണ്ടത്? 50 മിനിറ്റ്സ് ടച്ച് ചെയ്യുകയും ചെയ്തു. 50 മിനിറ്റ്സ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കേണ്ട കാര്യം ലാസ്റ്റ് പുൾ ബാക്ക് എവിടെയാണ് നോക്കാം. ഈ ഒരു ക്യാൻഡിലുണ്ടല്ലോ, ഈ റെഡ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ആയിരിക്കും പുൾ ബാക്ക്. ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ പറയാം. ഇവിടെ കറക്റ്റായിട്ട് നേരെ വന്ന് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട്. അപ്പോൾ നമ്മുടെ എൻട്രി എടുക്കാനായോ? ഇല്ല. എൻട്രി എടുക്കണമെങ്കിൽ വീണ്ടും ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ഉടനെ നമ്മുടെ എൻട്രി എവിടെയാണ്? ഇവിടെ ഒരു ചെറിയൊരു പുൾ ബാക്ക് ഉണ്ട് അല്ലേ? ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡലിനെ ഹൈ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് അപ്പോൾ മാർക്കറ്റ് ഇൻ കേസ് ഈ ഒരു ഏരിയയിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എൻട്രി ഉണ്ടാവും. ചേഞ്ച് ഓഫ് ക്യാരക്ടർ 3:25 ഇത് മാർക്കറ്റ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഓൾറെഡി ആ സമയമായപ്പോൾ മാർക്കറ്റ് അവേഴ്സ് 3:25 ആയിട്ട്. അപ്പോൾ നമുക്ക് ഇനി പിന്നെ അന്നത്തെ ദിവസം എൻട്രി ഇല്ല. ഓക്കെ, അപ്പോൾ എൻട്രി ഇല്ലാത്തതുകൊണ്ട് അത് കൺസിഡർ ചെയ്യണ്ട. പക്ഷേ സെയിം സാധനം നെക്സ്റ്റ് ഡേയിൽ വന്നിട്ടുണ്ട് അല്ലേ? നെക്സ്റ്റ് ഡേയിൽ കറക്റ്റായിട്ട് എൻട്രി വന്നിട്ടുണ്ട്. കാരണം ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു. എൻട്രി ഞാൻ പറഞ്ഞു എൻട്രിക്ക് വെയിറ്റ് ചെയ്താൽ അപ്പോൾ 3:27 ആയി. പിന്നെ നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടോ? നെക്സ്റ്റ് ഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് പുൾ ബാക്ക് ഏതാണ്? ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് ശേഷം പിന്നെ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3:29 ക്യാൻഡലിൻ്റെ ഹൈ 9:15 ക്യാൻഡിൽ ടാപ്പ് ചെയ്തിട്ട് ലോ ടാപ്പ് ചെയ്തുകൊണ്ട് ഇതാണ് നമ്മുടെ പുൾ ബാക്ക് ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾ നെക്സ്റ്റ് ഡേയിലേക്ക് കൺസിഡർ ചെയ്യേണ്ട എൻട്രി. ഞാൻ പറയാം നെക്സ്റ്റ് ഡേയിലേക്ക് നമ്മൾ പുതിയൊരു IDX കൺസിഡർ ചെയ്താൽ പക്ഷേ ജസ്റ്റ് ഞാൻ എൻട്രി മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. എൻട്രി നെക്സ്റ്റ് ഡേയിലേക്ക് 1 മിനിറ്റ് വെച്ചിട്ട് കൺസിഡർ ചെയ്യേണ്ട. 1 മിനിറ്റ് നെക്സ്റ്റ് ഡേ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. വീണ്ടും 50 മിനിറ്റ്സിൻ്റെ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്താലേ ട്രേഡ് എടുക്കുകയുള്ളൂ. പക്ഷേ ഇതൊരു സ്ട്രൈറ്റ് ഡേ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയതിന് ശേഷം നമ്മൾ ഈ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷേ വന്നിട്ടില്ല. പിന്നെ നെക്സ്റ്റ് നമുക്ക് പുതിയൊരു ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. എന്നെ ഈ ഒരു ലോവസ്റ്റ് ക്യാൻഡിലെ ഹൈ ആണ് ആദ്യം ബ്രേക്ക് ചെയ്ത്, അതിനുശേഷം ലോ ബ്രേക്ക് ചെയ്ത്. കാരണം പ്യൂർലി റെഡ് ക്യാൻഡിലാണല്ലോ.
അപ്പോൾ അത് ഒരു 1 മിനിറ്റിലുള്ള ഒരു കറക്റ്റ് IDX ആണ്. മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് വന്നിട്ട് വീണ്ടും അന്നത്തെ ദിവസം 9:23 ഈ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തു. ജസ്റ്റ് ആ ഒരു ക്യാൻഡലിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്തപ്പോൾ, അത് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ 24,338 ഇത് 24,338.85. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഹൈ സ്വീപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഡൗൺ സൈഡ് എൻട്രി ഉള്ളൊരു ദിവസം കറക്റ്റ് ഈ ടിപ്പ് എന്നൊക്കെ ആയിരിക്കും എൻട്രി കിട്ടിയതില്ല അതിനകത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ട്രിപ്പ് എൻട്രി 6 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് നമുക്ക് ഈ ഒരു സിംഗ് ലോയിലേക്ക് എത്ര പോയിൻ്റ് ഉണ്ട്? 55 പോയിൻ്റ് ഉണ്ട്. ഈ ഒരു പോയിൻ്റ് നമുക്ക് വെച്ചാൽ മതിയാവും ടാർഗറ്റ്. ഈ ഒരു പോയിൻ്റ് എടുത്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എന്താണ് 1:5 റേഞ്ചിൽ നമുക്ക് ടാർഗറ്റ് വന്നിട്ടുണ്ടാവും പ്രീമിയത്തിൽ. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പിന്നെ വലിയ ടാർഗറ്റ് വെക്കണ ഒരുപാട്, ഞാൻ പറഞ്ഞില്ല 1:10 ഒക്കെ വെക്കുന്ന ആളുകൾ ചിലപ്പോൾ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും. അന്നത്തെ ദിവസം മാർക്കറ്റ് അത് അടിച്ചിട്ടും ഉണ്ടാവും അല്ലേ? ഇല്ല, അന്ന് പിന്നെ ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റായിരുന്നു. പിന്നെ വീണ്ടും സ്ട്രൈറ്റ് പിന്നെ നെക്സ്റ്റ് ഡേ മുകളിലേക്കാണ് പോയത് അല്ല. നെക്സ്റ്റ് ഇനിയിപ്പോൾ അന്നത്തെ ദിവസം ക്ലോസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ എടുത്ത ഏരിയയിലേക്ക് എൻട്രി എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത സിംഗ് ഹൈയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ഒരു ഗുണം അതാണ് ഞാൻ പറഞ്ഞൊരു 1:5 ഒക്കെ ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അടുത്തൊരു സിംഗ് ലോൻ്റെ താഴെ അപ്സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ സിംഗ് ലോൻ്റെ താഴെ കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്താലേ നമുക്ക് എന്താണ് ടാർഗറ്റ് ബുക്ക് ചെയ്യുക. ഇങ്ങനെ ടാർഗറ്റ് കിട്ടായ്മയൊന്നുമില്ല കേട്ടോ, കിട്ടാറുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു 10 ട്രേഡ് കിട്ടുമ്പോൾ ചെയ്യുമ്പോൾ 1 or 2 ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇമോഷണലി വരും, ഒരുപാട് SL ആയല്ലോ എന്നുള്ളൊരു ടെൻഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും അതും പിന്നെ ഓപ്ഷൻ ബൈയിങ് ആണ്, പ്രീമിയം DK വരും. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നമ്മളെപ്പോഴും അടുത്തുള്ള സിംഗ് ലോ അല്ലെങ്കിൽ സിംഗ് ഹൈയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത്. പക്ഷേ അടുത്തുള്ള സിംഗ് ഹൈ സിംഗ് ലോ മിനിമം നിഫ്റ്റിയിൽ 40 പോയിൻറ്റിലധികം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ. ട്രേഡ് എടുത്താൽ തന്നെ മിനിമം എത്രയാണോ അടുത്ത സിംഗ് ലോ അതിൽ ഇറങ്ങും. ഇവിടെ 55 പോയിൻ്റാണ് നമുക്ക് കിട്ടിയത്. ചിലപ്പോൾ 60 പോയിൻ്റ് വരുന്ന സിംഗ് ലോസ് ഉള്ള സമയത്തുണ്ടാവും. അപ്പോൾ അത്യാവശ്യം കുറച്ചും കൂടി പ്രോഫിറ്റ് കിട്ടും അങ്ങനെ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നോക്കേണ്ട കാര്യമാണ്. പിന്നെ ഇന്ന് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയകളുണ്ടല്ലോ, അവിടേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടോ, അതിന് എന്താ റിയാക്ഷൻ ഒന്ന് നോക്കാം നമുക്ക് വേണമെങ്കിൽ. നമ്മൾ എങ്ങനെയാണ് ഇനി അവിടെ വെച്ച് പ്ലാൻ ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം രാവിലെ ഇവിടെ 15 മിനിറ്റ് നിഫ്റ്റി 50യുടെ 50 മിനിറ്റ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. 50 മിനിറ്റ്സിൻ്റെ ഇന്നിപ്പോൾ രാവിലെ 9:37 നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ ഇതൊക്കെ ആയിരുന്നു. ഒന്ന് ഇവിടെ ആയിരുന്നു 24,212, അവിടെ ടാപ്പ് ചെയ്യുമ്പോഴേ നമ്മുടെ എൻട്രി ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോഴാണോ എൻട്രി ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിൽ ടാപ്പ് ചെയ്യുമ്പോഴേ എൻട്രി ഉള്ളൂ. 24,461 ഇതിൻ്റെ ഏരിയൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല. നമ്മൾ വെയിറ്റിംഗ് ആണ് അവിടെ. നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും ഓപ്ഷൻ ബൈയിങ് ചെയ്യരുത്. ആ സമയത്ത് നമുക്ക് എന്താണ് മൊമെൻറ്റം കുറയും. അപ്പോൾ അതുകൊണ്ട് അത് എത്തുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ടോ? ബാങ്ക് നിഫ്റ്റി നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ 51,996 ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ നോക്കാം. അല്ലെങ്കിൽ 52,626 ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നോക്കാം. ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ താഴോട്ടുള്ള എൻട്രിയും ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ മുകളിലോട്ടുള്ള എൻട്രിയാണ് നോക്കാം. ഇതിലേതെങ്കിലും ഒന്ന് ടാപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നില്ല. ഇനി ഇൻ കേസ് ടാപ്പ് ചെയ്താൽ മാത്രമേ നമ്മൾ എൻട്രി ചെയ്യുന്നുള്ളൂ. ഇതാണ് ഇന്നത്തെ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കലാണ് ഒരു ട്രേഡറുടെ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ. സമയം 10:35 ആയിട്ടുണ്ട്. 10:35 നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഏരിയ ഉണ്ടല്ലോ 51,996 താഴേക്ക് മാർക്കറ്റ് വന്നത്. അതായത് ബാങ്ക് നിഫ്റ്റി ഒരു 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട്. 15 ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ ആയിരുന്നു 24,212. പക്ഷേ നിഫ്റ്റി അവിടെ എത്തിയിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയാണ് അവിടെ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പർച്യൂണിറ്റി നോക്കാം. നിഫ്റ്റിയാണ് ടച്ച് ചെയ്തതെങ്കിൽ നിഫ്റ്റിയിൽ നോക്കാം. ഇങ്ങനെയാണ്. അല്ലാതെ ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തെന്ന് വിചാരിച്ചാൽ നമുക്ക് നിഫ്റ്റിയിലും അങ്ങനെയൊന്നും നോക്കില്ല, അത്രേ ഉള്ളൂ. ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലുള്ള 1 മിനിറ്റിലേക്ക് മാറ്റുന്നു. അടുത്ത പ്രൊസീജിയർ എന്താണ്? ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. ഇനി 1 മിനിറ്റിലേക്ക് മാറ്റിയിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കണ്ടുപിടിക്കണം അല്ലേ. അതിന് നമുക്കറിയാം നമുക്ക് പുൾ ബാക്ക് എവിടെയാണുള്ളത് 1 മിനിറ്റിൽ. ബാങ്ക് നിഫ്റ്റിയുടെ പുൾ ബാക്ക് ഏരിയ നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നു. ആ ഒരു പുൾ ബാക്കിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് IDX ടാപ്പ് ചെയ്ത ഉടനെ തന്നെ പുൾ ബാക്സ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ. പക്ഷേ അതിന് ശേഷം വീണ്ടും 1-2 പുൾ ബാക്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുൾ ബാക്കിൻ്റെ മുകളിൽ ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്സൈഡ് എൻട്രിക്ക് പ്ലാൻ ചെയ്യാം അല്ലേ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കൽ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകും എന്നുള്ള പ്രഡിക്ഷൻ നടത്തിയിട്ടൊന്നും ട്രേഡ് ചെയ്യില്ല. പ്രോപ്പറായിട്ടുള്ള നമ്മുടെ സെറ്റപ്പ് പ്രകാരം മാർക്കറ്റിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യുക. ഇല്ലെങ്കിൽ എപ്പോഴാണോ 1 മിനിറ്റിൻ്റെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടുന്നത് അതുവരെ വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു പേഷ്യൻസോടെ നമ്മൾ ഇത്ര സമയമായി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഓൾമോസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞു അല്ലേ. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഒറ്റ ട്രേഡ് എടുത്തിട്ടില്ല. ഈ ഒരു IDX ടാപ്പ് ചെയ്യാൻ വെയിറ്റ് ചെയ്തു. അത് നമ്മൾ കറക്റ്റായിട്ട് ഹയർ ടൈം ഫ്രെയിം IDX ടാപ്പ് ചെയ്തു. അതിന് ശേഷം നമ്മൾ
ഇനി 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സമയം 11:16 വീണ്ടും ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു അല്ലേ. നമുക്ക് എൻട്രി ഇതുവരെ വന്നിട്ടില്ല ഓപ്പർച്യൂണിറ്റി. അതായത് 1 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയില്ല. ഒരു പുൾ ബാക്കിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാതെ മാർക്കറ്റ് താഴേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണ് ജസ്റ്റ് നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയത്. അതായത് ലാസ്റ്റ് പുൾ ബാക്കിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞ സംഭവം റെഡിയായി. ഇനി നമുക്ക് എന്താണ് നോക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ 2 കാര്യം ഓക്കെ, ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തു, 1 മിനിറ്റിൽ പുൾ ബാക്കിൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുകയും ചെയ്തു അല്ലേ. ഇന്ന് ഇവിടെയാണ് നമ്മുടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയത്. ലാസ്റ്റ് ലോവസ്റ്റ് ക്യാനിൽ ഹൈ ബ്രേക്ക് ചെയ്തു, അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ശേഷം ആ ഒരു ഹൈൻ്റെ മുകളിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഈ 2 ക്യാനിൽ മുന്നേ അവിടെ ക്യാനിൽ ഒന്ന് ക്ലോസ് ചെയ്തപ്പോൾ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞ സംഭവം കൺഫേം ആയി. ഇനി നമുക്ക് അപ്സൈഡ് എൻട്രിക്ക് വേണ്ടി നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടത്, ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു 50 മിനിറ്റ്സിൻ്റെ മാത്രമല്ല ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. 50 മിനിറ്റ്സിൻ്റെ മാത്രമല്ല ഡെയിലി ടൈം ഫ്രെയിമിൻ്റെയും ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. 2 ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റിയും കൂടി എടുത്തിട്ടുണ്ട് ബാങ്ക്. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ഉടനെ നമ്മൾ നോക്കേണ്ട എവിടെയാണ്? എൻട്രി ഡേ ലോൻ്റെ താഴെയാണ്. മീൻസ് ആ ഒരു ഏരിയയിൽ IDX ഇല്ലാത്തത് കൊണ്ട് മാത്രം 200 പോയിൻ്റൊക്കെ ഇവിടുന്ന് ടാർഗറ്റിലേക്ക് ഉണ്ടല്ലേ, ലോങ് ഉണ്ട് നമുക്ക് അത്യാവശ്യം. ഓക്കെ, 200 പോയിൻ്റൊക്കെ ഈസിയായിട്ട് കിട്ടും. ഇവിടെ ഇന്നത്തെ ഡേ ലോ ഒന്നുകൂടി ടാപ്പ് ചെയ്താൽ എന്തുകൊണ്ടാണ് നമുക്ക്, അല്ലെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 547 പോയിൻ്റ് ഉണ്ട്. അത് കാരണം ഡെയിലി ടൈം ഫ്രെയിം ലിക്വിഡിറ്റി എടുത്തതിനോട് ചിലപ്പോൾ അങ്ങനെ പോയിക്കൂടായില്ല, പറയാൻ പറ്റില്ല. പക്ഷേ ഇനിയിപ്പോൾ എടുത്താൽ തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എൻട്രി പ്രോപ്പറായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ഉടനെ നമുക്ക് വേറെ IDX ഒന്നും താഴെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡേ ലോൻ്റെ അവിടെ എത്തുമ്പോൾ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഒരു ഇൻഡ്യൂസ്മെൻറ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ഡേ ലോൻ്റെ മാറ്റിയിട്ട് കുറച്ച് മുകളിൽ വെച്ച് കൊടുക്കാം. എവിടെയാണോ ലിക്വിഡിറ്റി 1 മിനിറ്റിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ്, ഒരു പുൾ ബാക്ക് ഉണ്ടാക്കിയിട്ട് പുൾ ബാക്കിൻ്റെ ലോ എപ്പോഴാണോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഇനി അടുപ്പിച്ച് 2 പുൾ ബാക്കുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും താഴെയുള്ള പുൾ ബാക്ക് തന്നെ എടുക്കട്ടോ. മുകളിൽ നിന്ന് കുറച്ചും കൂടി ഒരു മീൻസ് നല്ല റിസ്ക് റിവാർഡ് കിട്ടുക അവിടെ നിന്നാണ്. ചിലപ്പം നമുക്ക് മുകളിൽ നിന്ന് മീൻസ് ഏറ്റവും താഴെയുള്ള വെയിറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ടച്ച് ചെയ്ത് പോകാം. പക്ഷേ കുഴപ്പമില്ല, എൻട്രി മിസ്സായാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മളൊരു എൻട്രി എടുത്തിട്ട് SL മീൻസ് അതിൻ്റെ താഴെ ലിക്വിഡിറ്റി എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നം വരുള്ളൂ. ഇത് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും ജസ്റ്റ് താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോഴാണ് ഏറ്റവും ബെറ്റർ എൻട്രി, നല്ല റിസ്ക് റിവാർഡ് കിട്ടുക. ഒരു ലിക്വിഡിറ്റി എടുക്കാതെ മാർക്കറ്റ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നല്ല മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ചിലപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ പോയിട്ട് നേരെ ടാർഗറ്റിലേക്ക് പോകും. അപ്പോൾ നമുക്ക് എൻട്രി കിട്ടില്ല. ഏതായാലും ഞാൻ എൻട്രി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ 11:18 ആയിട്ടുണ്ട്. ഫാസ്റ്റ് ഫോർവേഡ് അല്ല, ഞാനൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഇൻഡ്യൂസ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് ഞാൻ, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. സമയം 11:23 ആയിട്ട് നമുക്കൊരു IDX ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം ഒരു IDX ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു IDXൻ്റെ ലോ ടാപ്പ് ചെയ്തിട്ട് എഗെയിൻ ആ ഒരു ലോ ടാപ്പ് ചെയ്ത ക്യാൻഡിൽ ലോ എടുക്കുകയാണെങ്കിൽ നമ്മൾ എൻട്രി എടുക്കും. ഓക്കെ, അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ മാർക്കറ്റ് ഓൾറെഡി 51,800 IDX ഏരിയ തോന്നുന്നുണ്ട്. 51,800 താഴേക്ക് മാർക്കറ്റ് ഇനി വരികയാണെങ്കിൽ നമ്മളൊരു കോൾ ഓപ്ഷൻ ഡയറക്റ്റ് ബൈ ചെയ്യും. ഒരു മാർക്കറ്റ് പ്രൈസിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും 20 പോയിൻ്റ് SL കൊടുത്തിട്ട്. IDX ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ലോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മാർക്കറ്റ് നമ്മൾ ഡേ ലോയിലായിരുന്നു എൻട്രി പ്ലാൻ ചെയ്ത്, ഒരു IDX ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പുതിയൊരു IDX ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു IDXൻ്റെ ലോ എത്തുമ്പോൾ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം. പക്ഷേ നമ്മുടെ ടാർഗറ്റ് ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് അല്ലേ. പക്ഷേ മിനിമം 150 പോയിൻ്റ് കിട്ടാത്ത എൻട്രി ആണെങ്കിൽ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 150 പോയിൻ്റ് ഉണ്ടല്ലേ മാർക്കറ്റിൽ. ഈ ഒരു റേഞ്ചിൽ നിന്ന് മിനിമം കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്താൽ മതി. കാരണം നമ്മൾ അടുത്ത ടാർഗറ്റിലേക്ക് അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ. മിനിമം 150 പോയിൻ്റ് ഉണ്ടായാൽ തന്നെ 100 പോയിൻ്റ് ടാർഗറ്റ് അടിക്കാൻ ചാൻസ് ഇല്ല. 1:5 എന്ന് മിക്കവാറും കിട്ടൂല. കേസ് എൻട്രി കിട്ടി ടാർഗറ്റ് അടിച്ചാൽ തന്നെ. കാരണം ടാർഗറ്റിലേക്ക് ലെങ്ത് കുറവ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഡെയിലി ടൈം ഫ്രെയിം എടുത്തുകൊണ്ട് തന്നെ ഇന്നത്തെ ഡേ ഹൈ ഒക്കെ ടാർഗറ്റ് വെച്ചാൽ നല്ല ടാർഗറ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു ഓപ്ഷൻ ബൈയിങ് ആണ്. നമ്മൾ നിയറസ്റ്റ് സിങ് ഹൈ ഇറങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. അതാണ്. ഓക്കെ, ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരികയാണെങ്കിൽ. IDX ടാപ്പ് ചെയ്യട്ടെ. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ 12:07 നമ്മൾ എൻട്രി ഓൾറെഡി എടുത്തിട്ടുണ്ട് കേട്ടോ. IDX ടാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2-3 IDX ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കുറച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും 2-3 IDX ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഏറ്റവും മുകളിൽ ചെറിയൊരു IDX ക്രിയേറ്റ് ചെയ്യേണ്ട, അവിടെ നിന്ന് എൻട്രി എടുത്തില്ല. അവിടെ നിന്ന് നമുക്ക് ടാർഗറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞു അടുപ്പിച്ച് 2 IDX വരികയാണെങ്കിൽ ജസ്റ്റ് രണ്ടാമത്തെ താഴെയുള്ളതെന്ന് പ്ലാൻ ചെയ്യാമെന്നല്ല. അപ്പോൾ ഞാൻ എൻ്റെ IDX എൻട്രി പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ
51,820 റേഞ്ചിൽ ഒരു IDX ഉണ്ടായിരുന്നു. അത് ടച്ച് ചെയ്തു. ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുത്തത് 12.4 എൻ്റെ എൻട്രി വന്നത് 12.4 എൻ്റെ സ്റ്റോപ്പ് ലോസ് 20 പോയിൻറ്റ്സ് ആണ്. ടാർജറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഓൾമോസ്റ്റ് 150 പോയിൻറ്റിൻ്റെയും കുറച്ച് 150 പോയിൻറ്റ് റേഞ്ചിലുണ്ടാവും. കാരണം 12.4 ആയപ്പോഴേക്കും മാർക്കറ്റ് 51,800 റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 51,800 നിന്നും 51,950 റേഞ്ചാണ് നമ്മുടെ ടാർജറ്റ്, ഓൾമോസ്റ്റ് 150 പോയിൻറ്റ്. അതുകൊണ്ടാണ് എൻട്രി കൺസിഡർ ചെയ്തത്. ഞാൻ IDX മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ലോ ഓൾമോസ്റ്റ് 51,800 റേഞ്ചിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കാന്നുള്ളൂ. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ മാർക്ക് ചെയ്ത ഒരു IDX ഉണ്ടായിരുന്നു. ആ ഒരു IDX ടാപ്പ് ചെയ്തു മാർക്കറ്റ്. നെക്സ്റ്റ് ക്യാനിൽ തന്നെ ആ ഒരു IDXൻ്റെ ലോയും മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ആ ഒരു ലോ ടാപ്പ് ചെയ്ത ഉടനെ തന്നെ ഞാൻ എൻട്രി എടുത്താൽ ചെയ്തത്. അതാണ് 12.4 പ്രോപ്പറായിട്ടുള്ള എൻ്റെ എൻട്രി കിട്ടിയത്. അപ്പോൾ നമുക്ക് നോക്കാം. 12.4 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻട്രി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല IDX ടാപ്പ് ചെയ്തു. ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ എടുക്കുമ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്. ഇനി ഇതിൽ നമുക്ക് 20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഡേ ഹൈ എത്തും. 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ കവർ ഓർഡറിലാണ് എൻട്രി എടുത്തത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണ് ലൈവ് ട്രേഡിൽ കവർ ഓർഡറിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി സ്റ്റോപ്പ് ലോസ് അവിടെ സെറ്റാണ്. ഇനി ടാർജറ്റിലേക്ക് മാർക്കറ്റ് പോയി ആ ഒരു ടാർജറ്റ് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയൻ്റെ അവിടെ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് അവിടെ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റാണ് ചെയ്യുക. ഇനി ഇൻ കേസ് അവിടെ ടച്ച് ചെയ്യാതെ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരുപാട് സമയം ചെന്നിട്ട് താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും. അല്ലെ ഡയറക്റ്റ് ഇനി താഴേക്ക് വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കും. അത്രേ ഉള്ളൂ. വേറെ നമുക്ക് ഇനി പ്രത്യേകിച്ച് മാർക്കറ്റിൽ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഒരു കാര്യത്തിൽ മാത്രം പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ റിസൾട്ട്, അതായത് ടാർജറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസോ, ഇതിലേതാണ് ഹിറ്റാകുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു ട്രേഡ് നിർത്തുക. ഇത് സ്റ്റോപ്പ് ലോസ് ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും സ്റ്റോപ്പ് ചെയ്യാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തണം. കാരണം ഇത് പിന്നീട് നമ്മുടെ കയ്യിലല്ലല്ലോ കാര്യങ്ങളൊന്നും. അപ്പോൾ അത് എത്തുകയാണെങ്കിൽ ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ഒന്ന് കാണിച്ചില്ല. വെറുതെ വീഡിയോൻ്റെ വീഡിയോ കൂട്ടണ്ട, ലെങ്ത്ത് കൂട്ടണ്ട. ഓക്കെ, സമയം 12:22 നമ്മുടെ ടാർജറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ടച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ പോയിട്ട് എക്സിറ്റ് കൊടുത്താലും അവിടെ മാർക്കറ്റ് പ്രൈസിൽ എക്സിറ്റ് ആവും. ഓക്കെ, നമുക്ക് 452 നമുക്ക് എക്സിറ്റ് കിട്ടിയത്. ഓൾറെഡി 5,667. നമുക്ക് 100 പോയിൻ്റ് ഒന്നും ഇല്ലല്ലോ, 1:5 ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആകെ 150 പോയിൻ്റ് ഉള്ളൂ. നമുക്കൊരു 75-80 പോയിൻറ്റിൻ്റെ അടുത്താണ് നമുക്ക് കിട്ടിയത്. 75 ഉള്ളൂ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ മാർക്കറ്റ് ടാർജറ്റിൻ്റെ അടുത്ത് തിരിച്ച് താഴേക്ക് തന്നെ വന്നില്ലേ. ആ സമയത്തൊക്കെ നമ്മൾ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. വേറെ എന്താ പ്രത്യേകിച്ച് സംഭവിക്കാറില്ല. നമുക്ക് സംഭവിക്കാറുള്ളത് ഒന്നുകിൽ നമുക്ക് അത്രയും പ്രോഫിറ്റായ സാധനം ഒന്ന് ലോസിലേക്ക് വരും, അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആ റൂള് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഇമോഷൻ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ മൈൻഡ് ആ രീതിയിലേക്ക് സെറ്റ് ആവണം. അങ്ങനെ ആയാൽ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെറിയ ലോസ് കാണിക്കുമ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്ത് പിന്നെ അത് ടാർജറ്റിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഇമോഷൻ പ്രശ്നമായിരിക്കും. എന്നാൽ എൻ്റെ ഒരു സ്ട്രിക്റ്റ് റൂൾ ഇതാണ്, ഞാനിതേ പാലിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടോ. ഓരോ ഹൈ ടാപ്പ് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഒന്ന് റിയാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മളെ പ്രീമിയം അങ്ങനെ കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോൾ പ്രോപ്പർ ടൈമിൽ എക്സിറ്റ് ചെയ്യുന്നു, ഒരു സിംഗ് ഹൈ കട്ട് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഒരു 1:10 ഒക്കെ ടാർഗറ്റ് വെക്കുന്ന ആളുകളാണെങ്കിൽ ഒരു ചിലപ്പോൾ 52,000 മുകളിലേക്കൊക്കെ മാർക്കറ്റ്, കാരണം ഡെയിലി IDX എടുത്തുകൊണ്ട് ഇന്ന് അങ്ങോട്ട് പോകാമോ എന്ന് നമുക്ക് അറിയില്ല. ഇനി നേരെ തന്നെ താഴേക്ക് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ട് നമ്മളെ സ്റ്റോപ്പ് ലോസ് അടിക്കാനും ചാൻസ് രണ്ടുമുണ്ട്. അപ്പോൾ നമ്മളൊരു സിംഗ് ഹൈ കട്ട് ചെയ്യുമ്പോൾ ഇറങ്ങുക, പിന്നീട് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അടുത്ത എൻട്രിക്ക് വീണ്ടും ഒരു 15 മിനിറ്റ്സ് IDX ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അപ്സൈഡിലേക്ക് കയറുക. അങ്ങനെ നോക്കാം.